പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. സാക്ഷരതാ മിഷൻ്റെ 10ാം തരം തുല്യതയുടെ സോഷ്യൽ സയൻസിലെ ഉറപ്പായും ചോദിക്കുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ശിലകളെ 3ആയി തരംതിരിക്കാം. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ. ശിലകൾ 3 തരത്തിലാണ്. 1 ആഗ്നേയശില, 2 അവസാദശില, 3 അഗ്നിപർവ്വതങ്ങളിലൂടെയോ അല്ലാതെയോ ഭൗമോപരിതലത്തിലോ ഭൂവൽക്കത്തിനുള്ളിലോ വിള്ളലുകളിലോ എത്തുന്ന ശിലാദ്രവം തണുത്തുറഞ്ഞ രൂപം കൊള്ളുന്നതാണ് ആഗ്നേയ ശിലകൾ. ഉദാഹരണം ബസാൾട്ട്, ഗ്രാനൈറ്റ്. അഗ്നിപർവ്വതങ്ങളിലൂടെയോ അല്ലാതെയോ ഭൂമിയുടെ ഉപരിതലത്തേക്ക് അല്ലെങ്കിൽ ഭൂവൽക്കത്തിനുള്ളിലോ വിള്ളലുകളിലോ എത്തുന്ന ശിലാദ്രവം തണുത്തുറഞ്ഞാണ് ആഗ്നേയശിലകൾ ഉണ്ടാകുന്നത്. ഗ്രാനൈറ്റും ബസാൾട്ടും ഇതിന് ഉദാഹരണമാണ്. അവസാദ ശിലകൾ. ശിലകൾ പൊടിഞ്ഞുണ്ടായ അവസാദങ്ങളോ സസ്യജന്തുജാലങ്ങളുടെ അവശിഷ്ടങ്ങളോ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് ദൃഢീകരിച്ച് രൂപം കൊള്ളുന്നവയാണ് അവസാദ ശിലകൾ. ചുണ്ണാമ്പുകല്ല്, മണൽക്കല്ല്, കൽക്കരി എന്നിവ ഉദാഹരണം. കായാന്തരിത ശില. ആഗ്നേയശിലകളോ അവസാദശിലകളോ ഉന്നത താപ മർദ്ദമാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ അവയ്ക്ക് പുനഃപരലീകരണം സംഭവിച്ച് രൂപം കൊള്ളുന്നവയാണ്. ഉദാഹരണം നൈസ്, മാർബിൾ, ഷിസ്റ്റ്. ഫാസിസത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ജനാധിപത്യത്തോടുള്ള വിയോജിപ്പ്, യുദ്ധത്തെ പ്രകീർത്തിക്കൽ, തീവ്ര ദേശീയത, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, സൈനിക സ്വേച്ഛാധിപത്യം എന്നിവയാണ്. ഇറ്റലിയിലെ ഫാസിസം. ഇറ്റലിയിൽ ഫാസിസത്തിന് നേതൃത്വം നൽകിയത് ബെനിറ്റോ മുസോളിനിയാണ്. ഇറ്റലിയിൽ മുസോളിനിയാണ് ഫാസിസത്തിന് നേതൃത്വം കൊടുത്തത്. ഫാസിസ്റ്റുകൾ ഇറ്റലിയിൽ അധികാരത്തിൽ വരാനുള്ള സാഹചര്യങ്ങൾ നോക്കാം. യുദ്ധാനന്തരം ഇറ്റലിക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി. ഇംഗ്ലണ്ട്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പമാണ് ഇറ്റലി യുദ്ധം ചെയ്തതെങ്കിലും സഖ്യകക്ഷികൾ ഇറ്റലിക്ക് അർഹമായ പരിഗണന നൽകിയില്ല. ഇംഗ്ലണ്ട്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പം യുദ്ധം ചെയ്തെങ്കിലും സഖ്യകക്ഷികൾ ഇറ്റലിക്ക് അർഹമായ പരിഗണന കൊടുത്തില്ല. ഇറ്റലി സോഷ്യലിസത്തിലേക്ക് മാറുമോ എന്ന് മുതലാളിമാർ ഭയന്നു. ഇറ്റലിയിൽ അധികാരത്തിൽ വന്ന മുസോളിനി സോഷ്യലിസ്റ്റുകളെയും തൊഴിലാളികളെയും ജനാധിപത്യവാദികളെയും അടിച്ചമർത്തി. ഇറ്റലിയിൽ അധികാരത്തിൽ വന്ന മുസോളിനി സോഷ്യലിസ്റ്റുകളെ, തൊഴിലാളികളെ, ജനാധിപത്യവാദികളെയെല്ലാം അടിച്ചമർത്തി. കരിങ്കുപ്പായക്കാർ എന്ന സൈന്യത്തിന് അദ്ദേഹം രൂപം നൽകി. അദ്ദേഹം സ്വേച്ഛാധിപത്യ നടപടികൾ പിന്തുടർന്നു. എത്തോപ്യ, അൽബേനിയ തുടങ്ങിയ പ്രദേശങ്ങൾ ആക്രമിച്ചു. മുസോളിനിയുടെ ഈ സാമ്രാജ്യത്വ മനോഭാവമാണ് ലോകത്തെ 2ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിലൊന്ന്. ബാഹ്യചലനങ്ങൾ 3 തരത്തിലുണ്ട്. അപക്ഷയം, അപരദനം, നിക്ഷേപണം. എന്താണ് അപക്ഷയം എന്ന് നോക്കാം. ഭൗമോപരിതലത്തിലെ ശിലകൾ വിവിധ കാരണങ്ങളാൽ ശിഥിലീകരിക്കപ്പെടുകയോ വിഘടിക്കപ്പെടുകയോ ചെയ്യുന്നതിനെയാണ് അപക്ഷയം എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിലെ ശിലകൾ വിവിധ കാരണങ്ങൾ കൊണ്ട് ശിഥിലീകരിക്കുകയോ വിഘടിക്കപ്പെടുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം. അപക്ഷയം 3 തരത്തിലാണ് സംഭവിക്കുന്നത്. ബലകൃത അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം. ബലകൃത അപക്ഷയം ധാതുക്കളുടെ താപീയ വികാസവും സങ്കോചവും. ധാതുക്കളുടെ താപീയ വികാസവും സങ്കോചവും. ശിലാവിതരങ്ങളിൽ ആവർത്തിച്ചുള്ള ജലത്തിൻ്റെ തണുത്തുറയലും ഉരുകലും. ശിലാവിതരങ്ങളിൽ ആവർത്തിച്ചുള്ള ജലത്തിൻ്റെ തണുത്തുറയലും ഉരുകലും. രാസിക അപക്ഷയം ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രക്രിയയിൽ ഏർപ്പെടുന്നത് കാരണം ശിലകൾ വിഘടിക്കുന്നതാണ് രാസിക അപക്ഷയം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ ശിലകളിൽ വിഘടനം സംഭവിക്കുന്നു. ജൈവിക അപക്ഷയം സസ്യങ്ങളുടെ വേരുകൾ ശിലകൾക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. ജൈവജീർണനം മൂലമുള്ള രാസപ്രവർത്തനങ്ങൾ.
എലി, ഉറുമ്പ്, ചിതൽ തുടങ്ങിയ മണ്ണ് തുരക്കുന്ന ജീവികളുടെ പ്രവർത്തനം. കൃഷി, ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങൾ. സസ്യങ്ങളുടെ വേരുകൾ ചിലകളിലേക്ക് ആഴ്ന്നിറങ്ങുക. ജൈവജീർണനം മൂലമുള്ള രാസപ്രവർത്തനങ്ങൾ. എലി, ഉറുമ്പ്, ചിതൽ തുടങ്ങിയ മണ്ണ് തുരക്കുന്ന ജീവികളുടെ പ്രവർത്തനം. കൃഷി, ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങൾ. എന്താണ് സുനാമി എന്ന് നോക്കാം. കടൽത്തറയിലുണ്ടാകുന്ന ശക്തമായ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുന്ന വിനാശകാരികളായ കൂറ്റൻ കടൽ തിരമാലകളാണ് സുനാമികൾ. കടൽത്തറയിലുണ്ടാകുന്ന ശക്തമായ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുന്ന വിനാശകാരികളായ കൂറ്റൻ കടൽ തിരമാലകളെയാണ് സുനാമികൾ എന്ന് വിളിക്കുന്നത്. മേഘങ്ങൾ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. ആകൃതിയുടെയും ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവിധ തരം മേഘങ്ങളുണ്ട്. സിറസ് മേഘങ്ങൾ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ ഉയർന്ന വിതാനങ്ങളിൽ രൂപപ്പെടുന്ന നേർത്ത തൂവലുകൾക്ക് സമാനമായ മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. നേർത്ത തൂവലുകൾക്ക് സമാനമായതാണ് സിറസ് മേഘങ്ങൾ. സ്ട്രാറ്റസ് മേഘങ്ങൾ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ക്യൂമുലസ് മേഘങ്ങൾ കൂറ്റൻ പഞ്ഞിക്കെട്ടുകളോട് സാദൃശ്യമുള്ള മേഘങ്ങളാണ്. പഞ്ഞിക്കെട്ടുകളോടാണ് ക്യൂമുലസ് മേഘങ്ങൾക്ക് സാദൃശ്യമുള്ളത്. നിംബസ് മേഘങ്ങൾ ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. വർഷണം എന്നാൽ എന്താണ്? തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലുപ്പം കൂടി വരുന്നു. ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലുപ്പമാർജിക്കുന്നതോടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുകയും വിവിധ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ഇതാണ് വർഷണം. വർഷണത്തിൻ്റെ രൂപങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മഴ ജലത്തുള്ളികളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്ന സാധാരണ വർഷണ രീതിയാണ് മഴ. ജലത്തുള്ളികളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്ന സാധാരണ വർഷണ രീതി. മഞ്ഞുവീഴ്ച താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകുമ്പോൾ നേർത്ത ഹിമപരലുകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നതാണ് മഞ്ഞുവീഴ്ച. താപനില 0 ഡിഗ്രി സെൽഷ്യസ് താഴെയാകുമ്പോഴാണ് നേർത്ത ഹിമപരലുകളുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് പതിക്കുന്നത്. ആലിപ്പഴ വീഴ്ച മേഘത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലകണികൾ വിവിധ തലങ്ങളിൽ വെച്ച് തണുത്ത് അന്തരീക്ഷ പാളികളിലൂടെ കടന്നു വരുമ്പോൾ അവ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഭൂമിയിലെത്തുന്നു. ഘനീകരണ രൂപങ്ങൾ ഏതെല്ലാമാണ്? മേഘങ്ങൾ, ഹിമം, മൂടൽമഞ്ഞ്, തുഷാരം എന്നിവയാണ് ഘനീകരണ രൂപങ്ങൾ. തുഷാരം എന്നാൽ എന്താണ്? ഭൂമിയുടെ ഉപരിതലം തണുക്കുന്നത് മൂലം വെള്ളത്തുള്ളികളുടെ രൂപത്തിലുണ്ടാകുന്ന ഘനീകരണ രൂപമാണ് തുഷാരം. രാത്രി താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകുന്ന പ്രദേശങ്ങളിൽ നേർത്ത ഹിമപരലുകളുടെ രൂപത്തിൽ ഘനീകരണം നടക്കുന്നുണ്ട്. ഇതാണ് ഹിമം. അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. ഇതാണ് മൂടൽമഞ്ഞ്. ഘനീകരണം ആരംഭിക്കുന്ന ഊഷ്മാവാണ് ഹിമാങ്കം. ജലകണികളായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം. സമുദ്ര ജലപ്രവാഹങ്ങൾ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്രജലപ്രവാഹം. ഉഷ്ണജലപ്രവാഹം, ശീതജലപ്രവാഹം എന്നിങ്ങനെ 2 തരത്തിലാണ് സമുദ്രജലപ്രവാഹം ഉള്ളത്. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണമേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ, ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജലപ്രവാഹങ്ങളാണ് ഉഷ്ണജലപ്രവാഹങ്ങൾ. ഉഷ്ണമേഖലയിൽ നിന്നോ അല്ലെങ്കിൽ ഉപോഷ്ണമേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ, ഉപധ്രുവീയ മേഖലകളിലേക്ക് എത്തുന്ന സമുദ്രജലപ്രവാഹങ്ങളാണ് ഉഷ്ണജലപ്രവാഹങ്ങൾ. ഇവ ഒഴുകിയെത്തുന്ന പ്രദേശങ്ങളിലെ ജലത്തെ അപേക്ഷിച്ച് കൂടുതൽ ചൂട് ഉള്ളതായിരിക്കും. അതുപോലെ ധ്രുവീയ, ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണമേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജലപ്രവാഹങ്ങളാണ് ശീതജലപ്രവാഹങ്ങൾ. ഇവയ്ക്ക് ഒഴുകിയെത്തുന്ന പ്രദേശത്തെ ജലത്തെ അപേക്ഷിച്ച് ചൂട് കുറവായിരിക്കും.
സമുദ്രജലത്തിലെ ലവണത്വം, താപനില എന്നിവ സമുദ്രജലത്തിൻ്റെ സാന്ദ്ര വ്യത്യാസത്തിന് കാരണമാകുന്നു. സമുദ്രജലത്തിൻ്റെ സാന്ദ്ര വ്യത്യാസം ജലപ്രവാഹങ്ങൾക്കും കാരണമാകുന്ന ഘടകങ്ങളിലൊന്നാണ്. പ്രധാനപ്പെട്ട 19ഓളം പ്രവാഹങ്ങളുണ്ട്. ഉത്തരം മധ്യരേഖാ പ്രവാഹം മുതൽ മൺസൂൺ പ്രവാഹം വരെ. ഈ സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. സമുദ്രത്തിലൂടെയുള്ള യാത്രകൾ അനായാസമാക്കുന്നു. സമുദ്ര തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. സമുദ്രത്തിലൂടെയുള്ള യാത്രയെ എളുപ്പത്തിലാക്കുന്നു. അതുപോലെ തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങൾ മത്സ്യപ്രജനനത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. ചില പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങളും അവ വീശുന്ന പ്രദേശങ്ങളും സവിശേഷതകളും നോക്കാം. ലൂ ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്നു. സവിശേഷത വരണ്ട ഉഷ്ണക്കാറ്റാണ്. ലൂ എന്നത് ഉത്തരേന്ത്യൻ സമതലത്തിലാണ് വീശുന്നത്. അതൊരു വരണ്ട ഉഷ്ണക്കാറ്റാണ്. ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിൻ്റെ കിഴക്കേ ചെരുവിലാണ് വീശുന്നത്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിൻ്റെ കിഴക്കേ ചെരുവിൽ. സവിശേഷത പർവ്വത ചെരുവിലെ മഞ്ഞുരുക്കുന്ന വരണ്ട കാറ്റുകളാണ്. ഇവയും വരണ്ട കാറ്റുകളാണ്. പർവ്വത ചെരുവിലെ മഞ്ഞിനെ ഇത് ഉരുക്കുന്നു. ഫൊൻ യൂറോപ്പിലെ ആൾസ് പർവ്വത ചെരുവിലാണ് ഇത് വീശുന്നത്. പർവ്വത ചെരുവിൽ സമ്മർദ്ദത്താൽ ചൂടാകുന്ന ഈ കാറ്റ് തണുപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നു. പർവ്വത ചെരുവിൽ സമ്മർദ്ദത്താൽ ചൂടാകുന്ന ഈ കാറ്റ് തണുപ്പിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കുന്നു. ഇത് യൂറോപ്പിലെ ആൾസ് പർവ്വത ചെരുവിലാണ് വീശുന്നത്. ഹർമാറ്റൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ. ഇതിൻ്റെ സവിശേഷത പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ അസുഖകരമായ കാലാവസ്ഥക്ക് ആശ്വാസം നൽകുന്നു എന്നതാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ അസുഖകരമായ കാലാവസ്ഥക്ക് ഇത് ആശ്വാസം നൽകുന്നു. മാംഗോ ഷവേഴ്സ് ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാറ്റാണ് മാംഗോ ഷവേഴ്സ്. ഉഷ്ണകാലത്ത് മാമ്പഴം പഴുക്കുന്നതിനും പൊഴിക്കുന്നതിനുമാലാണ് ഈ പേര് അതിന് ലഭിച്ചിട്ടുള്ളത്. ഉഷ്ണകാലത്ത് മാമ്പഴം പഴുക്കുന്നതിനും പൊഴിക്കുന്നതിനും കാരണമാകുന്നത് കൊണ്ടാണ് മാംഗോ ഷവേഴ്സ് എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നത്. കടൽക്കാറ്റും കരക്കാറ്റും പകൽ സമയത്ത് കര സമുദ്രത്തെ അപേക്ഷിച്ച് കൂടുതൽ ചൂട് പിടിക്കുന്നതിനാൽ കരക്ക് മുകളിൽ മർദ്ദം കുറയുന്നു. പകൽ സമയത്ത് കര സമുദ്രത്തെ അപേക്ഷിച്ച് കൂടുതൽ ചൂട് പിടിക്കുന്നത് കൊണ്ട് കരക്ക് മുകളിൽ മർദ്ദം കുറയുന്നു. താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള സമുദ്രോപരിതലത്തിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നു. പൊതുവെ ഉച്ചതിരിഞ്ഞ് വീശുന്ന ഈ കാറ്റുകളാണ് കടൽക്കാറ്റുകൾ. ഉയർന്ന മർദ്ദമുള്ള സമുദ്രോപരിതലത്തിൽ നിന്ന് കരയിലേക്കാണ് കാറ്റ് വീശുന്നത്. ഈ കാറ്റുകളാണ് കടൽക്കാറ്റുകൾ. എന്നാൽ രാത്രിയാകുന്നതോടെ കര വേഗത്തിൽ തണുക്കുന്നതിനാൽ അവിടെ മർദ്ദം കൂടുന്നു. താരതമ്യേന മർദ്ദം കുറഞ്ഞ സമുദ്രോപരിതലത്തിലേക്ക് കരയിൽ നിന്ന് കാറ്റ് വീശുന്നു. ഇതാണ് കരക്കാറ്റ്. കരക്കാറ്റും കടൽക്കാറ്റും രാത്രി പകലുകളിൽ ആവർത്തിച്ചുണ്ടാകുന്നതിനാൽ തീരദേശ കാലാവസ്ഥ മിതമായി നിലനിർത്താൻ കഴിയുന്നു. പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും പകൽ സമയം പർവ്വത ചെരിവിലെ വായു സൂര്യരശ്മികളാൽ ചൂടേറ്റ് ഉയരുന്നു. ഇത് താഴ്വരയിൽ പർവ്വത ചെരിവിലൂടെ മുകളിലേക്ക് കാറ്റ് വീശാൻ ഇടയാക്കും. ഇതാണ് താഴ്വരക്കാറ്റ്. രാത്രികാലങ്ങളിൽ പർവ്വത ചെരിവിലെ വായു സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതിനാൽ പർവ്വത മുകളിൽ നിന്ന് ചെരിവിലൂടെ താഴ്വരയിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് പർവ്വതക്കാറ്റ്. സമുദ്രങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് പലതരത്തിലുള്ള പ്രയോജനങ്ങളുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ കടൽക്കാറ്റുകളും കരക്കാറ്റുകളും വഴി സമുദ്രങ്ങൾ മിതമാക്കുന്നു. മഴ, കാറ്റ്, ചക്രവാതങ്ങൾ തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ രൂപീകരണത്തിൽ സമുദ്രങ്ങൾക്ക് പങ്കുണ്ട്. കടൽക്കാറ്റും കരക്കാറ്റും തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥ സുഖകരമാക്കി മാറ്റുന്നു. മാത്രമല്ല മഴ, കാറ്റ്, ചക്രവാതങ്ങൾ തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ രൂപീകരണത്തിന് സമുദ്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കരയിൽ ലഭ്യമാകുന്ന ഒട്ടുമിക്ക ധാതുക്കളും സമുദ്രങ്ങളിലും ഉണ്ട്. കറിയുപ്പ്, ബ്രോമിൻ, മഗ്നീഷ്യം, ഇരുമ്പയിര്, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയുടെ പ്രധാന സ്രോതസ്സ് സമുദ്രങ്ങളാണ്. എന്തൊക്കെയാണെന്നും കൂടി നോക്കാം. ഉപ്പ്, ബ്രോമിൻ, മഗ്നീഷ്യം, ഇരുമ്പയിര്, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ. തിരമാലകൾ, വേലികൾ എന്നിവ വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. തിരമാലകളെയും വേലികളെയും.
വിവിധതരം മത്സ്യ വിഭവങ്ങളുടെ കലവറയാണ് സമുദ്രങ്ങൾ. കടലിലെ സസ്യജന്തുജാലങ്ങൾ ഔഷധ നിർമ്മാണത്തിനായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നിരവധി മത്സ്യങ്ങൾ കടലിലുണ്ട്. അതുപോലെ തന്നെ കടലിലെ സസ്യങ്ങളും ജന്തുക്കളുമെല്ലാം ഔഷധ നിർമ്മാണത്തിനായി ഉപയോഗിക്കാവുന്നവയാണ്. സമുദ്രജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കാം. പല രാഷ്ട്രങ്ങളിലും കുടിവെള്ളമായിട്ട് സമുദ്രജലം ഉപയോഗിക്കുന്നുമുണ്ട്. മത്സ്യബന്ധനം, മത്സ്യ സംസ്കരണം, മത്സ്യവിപണനം തുടങ്ങിയ മേഖലകളിൽ ധാരാളം തൊഴിൽ സാധ്യതകളുമുണ്ട്. സമുദ്രങ്ങൾ തൊഴിൽ ദാതാക്കളാണ്. എങ്ങനെയെല്ലാം? മത്സ്യബന്ധനം, മത്സ്യ സംസ്കരണം, മത്സ്യ വിപണനം എന്നീ മേഖലകളിൽ. തീരദേശ വിനോദസഞ്ചാരത്തിൻ്റെ സാധ്യതകൾ നൽകുന്നു. തീരദേശ വിനോദസഞ്ചാരം ഭാരമേറിയ വസ്തുക്കൾ ചിലവ് കുറഞ്ഞ മാർഗത്തിലൂടെ വൻകരകളിൽ നിന്ന് വൻകരകളിലേക്ക് കൊണ്ടുപോകാൻ സമുദ്രഗതാഗതം പ്രയോജനപ്പെടുത്താവുന്നതാണ്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: അക്ഷാംശം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്ര സാമീപ്യം എന്നിവ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഭൂമധ്യരേഖയോടടുത്ത പ്രദേശങ്ങളിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ അവിടെ ഉയർന്ന താപം അനുഭവപ്പെടുന്നു. ഭൂമധ്യരേഖയുടെ അടുത്ത പ്രദേശങ്ങളിൽ സൂര്യരശ്മികൾ ലംബമായിട്ടാണ് പതിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഉയർന്ന താപമാണ്. മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് അകലും തോറും സൂര്യരശ്മികൾ കൂടുതൽ ചരിഞ്ഞാണ് പതിക്കുന്നത്. അതുകൊണ്ട് അവിടെ താപം കുറഞ്ഞു വരുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. സമുദ്രനിരപ്പിൽ നിന്നും ഉയരും തോറും ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറഞ്ഞു വരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരും തോറും ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. ഇതാണ് ക്രമമായ താപനഷ്ട നിരക്ക്. മൂന്നാമത്തേത് സമുദ്ര സാമീപ്യമാണ്. കടലിനെ അപേക്ഷിച്ച് കര വേഗത്തിൽ ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നു. അതിനാൽ കരയ്ക്ക് മുകളിലും കടലിന് മുകളിലും എപ്പോഴും താപനില വ്യത്യസ്തമായിരിക്കും. പകൽ കടലിൽ നിന്ന് കരയിലേക്കും രാത്രി കരയിൽ നിന്ന് കടലിലേക്കും കാറ്റ് വീശുന്നതിനാൽ തീരദേശങ്ങളിലെ താപനില മിതമായിരിക്കുന്നു. പകൽ കടലിൽ നിന്ന് കരയിലേക്കും രാത്രി കരയിൽ നിന്ന് കടലിലേക്കും കാറ്റ് വീശുന്നത് കൊണ്ട് തീരദേശങ്ങളിലെ താപനില മിതമായിരിക്കുന്നു. ഒരേ താപനിലയിലുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടങ്ങളിൽ വരക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപരേഖകൾ. അതിൻ്റെ പേരാണ് സമതാപരേഖകൾ. ഭൗമോപരിതലത്തിലെ താപവിതരണം പ്രദർശിപ്പിക്കുന്നതിന് ഏറ്റവും ശാസ്ത്രീയമായ രീതിയാണ് സമതാപരേഖകൾ എന്നത്. ഭൂമിയിൽ എല്ലായിടത്തും താപനില ഒരേ അളവിലല്ല രേഖപ്പെടുത്തുന്നത്. അതുപോലെ ഓരോ പ്രദേശത്തും വ്യത്യസ്ത സമയങ്ങളിലും കാലങ്ങളിലും അനുഭവപ്പെടുന്ന താപനില വ്യത്യസ്തമായിരിക്കും. സൂര്യപ്രകാശ ലഭ്യതയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ഇതിന് കാരണം. ഇപ്പോൾ സ്ഥലകാല താപവ്യത്യാസങ്ങൾക്ക് കാരണം സൂര്യപ്രകാശ ലഭ്യതയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ്. ഭൂമിയിൽ നിന്ന് ദീർഘതരംഗ രൂപത്തിൽ ശൂന്യാകാശത്തേക്ക് ഊർജം പുനഃവികിരണം ചെയ്യപ്പെടുന്നതിനെയാണ് ഭൗമവികിരണം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് ദീർഘതരംഗ രൂപത്തിൽ ശൂന്യാകാശത്തേക്ക് ഊർജം പുനഃവികിരണം ചെയ്യപ്പെടുന്നതാണ് ഭൗമവികിരണം. ഭൂമിയിൽ എത്തിച്ചേരുന്ന സൗരവികിരണവും ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനമാണ് ഹീറ്റ് ബഡ്ജറ്റ്. നാസിസവും ഹിറ്റ്ലറും. ജർമ്മനിയെ പൂർണ്ണമായും തകർക്കുന്ന വേഴ്സായ് ഉടമ്പടിയിലെ വ്യവസ്ഥകളും കമ്മ്യൂണിസത്തോടുള്ള ഭയവും ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും ജർമ്മനിയിലുണ്ടായ സാമ്പത്തിക തകർച്ചയും പ്രത്യേകിച്ച് 1929 ആഗോള സാമ്പത്തിക മാന്ദ്യവും നാസികൾ ജർമ്മനിയിൽ അധികാരത്തിൽ വരാൻ ഇടയാക്കി. ജർമ്മനിയെ പൂർണ്ണമായും തകർത്ത വേഴ്സായ് ഉടമ്പടിയിലെ വ്യവസ്ഥകൾ, കമ്മ്യൂണിസത്തോടുള്ള ഭയം, ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയം, ജർമ്മനിയിലുണ്ടായ സാമ്പത്തിക തകർച്ച. ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന ഹിറ്റ്ലർ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതന്മാരെയും ജനാധിപത്യവാദികളെയും കൊന്നൊടുക്കി. ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നതിനായി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ രൂപീകരിച്ചു. അദ്ദേഹം തവിട്ട് കുപ്പായക്കാർ എന്ന സൈന്യത്തെ രൂപം നൽകി. ഹിറ്റ്ലർ രൂപം നൽകിയ സൈന്യമാണ്
തവിട്ടുകുപ്പായക്കാർ. കൂടാതെ ആസ്ട്രിയ, ചെക്ലോസ്ലോവാക്യ തുടങ്ങിയ പ്രദേശങ്ങൾ ഹിറ്റ്ലർ ആക്രമിച്ചു കീഴടക്കി. ഇറ്റലിയും ജപ്പാനുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഈ നയങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. മുൻവർഷ ചോദ്യപേപ്പറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ക്ലാസ് അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും A+ കിട്ടാൻ പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.